Hallo, guten Morgen. Hallo, guten Morgen. Yeah, guten Morgen, guys. So, let's start. Okay, നിങ്ങളുടെ ഹോംവർക്ക്സ് കണ്ടിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. നിങ്ങളുടെ ബിൽ ബെസ്ട്രൈബും ഞാൻ ഇൻഡിവിജ്വലി കറക്റ്റ് ചെയ്ത് കേട്ടോ. ആൻഡ് അബൌട്ട് ദ സെന്റൻസ്, നമുക്ക് സെന്റൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ യെസ് ഷീബ. Yes, good morning, ma'am. ഫസ്റ്റ് സെന്റൻസ് എന്തായിരുന്നു? I am buying a pen for him from the shop. Okay, I'm buying a pen for him from the shop. ഇത് നമ്മൾ Yes. ക്ലാസ്സിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. Yes, ചെയ്തായിരുന്നു. Okay, and second one എന്തായിരുന്നു? I am going to the party with the girl. Okay, I'm going to the party with the girl. Just ഒന്ന് വായിച്ചേ. Ich gehe zu dem Party mit dem Mädchen. Okay. So dem party. Dem party. Okay. Why dem? Because of there is article 2, so that is the dative case. So the article changed dem. That D changed dem. നമ്മുടെ പാർട്ടിയുടെ ജെൻഡർ എന്താ? D party masculine ആണ്. Is it D masculine? Sorry. നമ്മുടെ പാർട്ടി വരുന്നത് ഫെമിനിൻ ആണോ മെസ്കുലിൻ ആണോ? പാർട്ടിയുടെ ജെൻഡർ ഫെമിനിൻ. യെസ്, ഡി പാർട്ടിയാണ് വരുന്നത്. ഡാറ്റീവില് ഫെമിനിൻ ഡി എന്തായിട്ട് മാറും? ഡാറ്റീവില് ഡി dem അല്ല der. Yes, dem, not dem, it's der. Okay, ഡാറ്റീവില് ഡി എന്നുള്ളത് നമ്മളെ ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കുക. ഡാറ്റീവില് ഡി എന്നുള്ളത് എന്തായിട്ട് മാറും? ഡെർ ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, സോ ഷിബ എങ്ങനെയായിരിക്കും കറക്റ്റ് വേർഷൻ വരുന്നത്? ഒന്നുകൂടെ വായിച്ചേ, കറക്റ്റ് ചെയ്തിട്ട് വായിച്ചേ. So ich gehe zu der Party. Yes, mit dem Mädchen. Okay, very good. Okay, next Ramya. Okay, Lichi. Yes, Ramya. Second എന്തായിരുന്നു? Which one? Third one? No, third one. First one നമ്മൾ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Second one ഇപ്പൊ ഷീബ ചെയ്തിട്ടുണ്ട്. Third one എന്തായിരുന്നു? Why is he passing through the forest without the group? Okay, then എങ്ങനെയായിരിക്കും വരുന്നത്? Varun gate a dosh then wall on the group. Okay, very good, perfect. Varun gate a dosh then wall on the group. Yes, very good. Guys, ഇതല്ലാണ്ട് ആൻസേഴ്സ് കിട്ടിയവരുണ്ടെങ്കിൽ പറയാട്ടോ. Okay, so the right version is Varun gate a dosh then wall on the group. Yes. മാം ഞാൻ എഴുതിയിരിക്കുന്നത് ഗേറ്റ് ഫോർ ഊബർ എന്നാണ് എഴുതിയിരിക്കുന്നത്. സോറി, എവിടെയാണ് ഊബർ കൊടുത്തത്? ഫോർ ഊബർ, ഗേറ്റ് ഫോർ ഊബർ ഗേറ്റ് എന്നായിരുന്നു. അപ്പൊ എയർ വന്നപ്പോഴത്തേക്കും കോൺജുഗേറ്റ് ചെയ്തപ്പോ ഗേറ്റ് ഫോർ ഊബർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫോർ ഊബർ ഇവിടെ യൂസ് ചെയ്യാനുള്ള റീസൺ? അതിന്റെ ഒറ്റ വേർഡാണ് ഫോർ ഊബർ ഗേറ്റ്, ഗേഹൻ. ഏത് വേർഡിന്റെ? പാസിംഗ്. No, it's പാസിംഗ് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമില് ഇപ്പൊ പാസിംഗ് ത്രൂ അല്ലേ? പാസിംഗ് ത്രൂ എന്നുള്ള ഒരു പ്രപ്പോസിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഡാറ്റീവ് അക്യൂസാറ്റീവില് പഠിച്ചിട്ടില്ലേ? ത്രൂവിനെ നമ്മൾ ഏതാ യൂസ് ചെയ്യാ?
Yes. So, and to pass എന്നുള്ളത് passing through എന്നുള്ളത് Furuper is okay, but Gehen തന്നെ ആയിരിക്കും ട്ടോ ഇവിടെ more appropriate. Going through the forest, passing through the forest എന്നൊക്കെ പറയുന്ന ടൈമിൽ Gator, Dursten, Wald തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, Furuper യൂസ് ചെയ്യുന്ന ടൈമിൽ അവിടെ ഒരുപാട് റൂൾസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സോ ഓക്കെ. And next, Lichi Matthew. Lichi. Yes, ma'am. Can you hear me? Why is he bringing the doctor to the party with him? Yes. എങ്ങനെയായിരിക്കും വരിക? Wahum bring then asked. So their party. Varum. Okay, നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ടൈമിൽ എവിടെയാ നമ്മൾ സബ്ജക്ട് കൊടുക്കുക? Oh, sorry. Varum bring there. Sorry, ma'am. 1 minute. Varum bring there. Them asked. So their party. Meet him. Yes, meet him. Okay. Asked ന്റെ ആർട്ടിക്കിൾ എന്താ കൊടുത്തേ? Then. DEN അല്ലേ? Yes. Then. Okay, very good. Varum bring her. Then asked suitor party meet him. Yes, meet him അല്ലേ? IHM അല്ലേ കൊടുത്തേ? IHM. Yes, perfect. What about others? Different ആയിട്ട് വന്നവരുണ്ടോ? ഞാൻ ഡമ്മായിട്ട് രമ്യ. ഓക്കെ. മേഡം ഞാൻ അത് എന്തുകൊണ്ടാ അങ്ങനെ വന്നെന്നുള്ളത് മനസ്സിലായോ? ആസ്റ്റിന്റെ ആസ്റ്റിന്റെ ജെൻഡർ കേട്ടോ. മേഡം ഞാൻ എററിന് പകരം ഈനാണ് എഴുതിയിരിക്കുന്നത്. എറർ എന്നുള്ളത് ഈനാണ് എഴുതിയിരിക്കുന്നത്. അത് എങ്ങനെയാ? നമ്മളിവിടെ ഹീ അല്ലേ പറയുന്നത്? വൈ ഈസ് ഹീ ബ്രിങ്ങിങ്? വൈ ഈസ് ഹീ ബ്രിങ്ങിങ്? ഹീ എന്നുള്ളത് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? മാം അത് ബ്രിങ്ങൻ എന്ന് പറയുമ്പോ അക്വസേറ്റീവ് വെർബ് അല്ലേ മാം? അപ്പം അവിടെ ആർട്ടിക്കിൾ ചേഞ്ച് ആവത്തില്ലേ? ഹീ ബിക്കോസ് ഇവിടെ നോമിനാറ്റീവ് എന്നുള്ളത് എന്താ? ഇവിടെ സബ്ജക്ട് എന്താ? വൈ ഈസ് ഹീ ബ്രിങ്ങിങ്? ഇവിടെ ആരാ സബ്ജക്ട്? നോമിനാറ്റീവ്. നോമിനാറ്റീവിന്റെ കോളം നോക്കി. അക്യൂസാറ്റീവ് ഡാറ്റീവ് ഒബ്ജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ശരിയാണ് പറഞ്ഞത്, നമുക്ക് മാറ്റിയിട്ട് കൊടുക്കാം. പക്ഷെ ഒരു സെന്റൻസിലെ സബ്ജക്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു അക്യൂസാറ്റീവ് കോളം അല്ലേ, എഷ്, ദു, അർ, സിയസ്, ഇത് മാത്രമേ സബ്ജക്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ. സോ അതേഴ്സ് ക്ലിയർ ആണോ? ഞാനിപ്പോ പേര് വിളിക്കാത്ത ഇവരുടെ നിങ്ങളുടെ അടുത്ത് ഓക്കെ അല്ലേ? ഐ മീൻ ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് വന്നവരുണ്ടോ? ആൻഡ് അതിന്റെ റീസൺ കറക്റ്റ് ചെയ്ത ടൈമിൽ അതിന്റെ റീസൺ കിട്ടാത്തവരുണ്ടെങ്കിൽ പറയാട്ടോ. ഓക്കെ മാം, ഈ ലാസ്റ്റ് വന്നപ്പോ നമ്മളത് പാർട്ടി വിത്ത് ഹിം ഇല്ലേ, അപ്പം വിത്ത് അവിടെ കൺസിഡർ ചെയ്തിട്ടില്ല. വിത്ത് കൺസിഡർ ചെയ്യും. വിത്ത് എന്നുള്ളത് ഡാറ്റീവ് ആണോ അക്യൂസാറ്റീവ് ആണോ? വിത്ത് ഡാറ്റീവ്. സോ ഹിം നമ്മൾ ഏത് ഹിം കൊടുക്കും? ഈന് കൊടുക്കോ ഈമ് കൊടുക്കോ? അല്ല, അവിടെ അല്ലല്ലോ പാർട്ടി അല്ലേ ഡൗട്ട് വന്നേ. എന്താ പാർട്ടി എന്നുള്ളതല്ലേ ഡൗട്ട് വന്നേ. ലാസ്റ്റില് ഡം ആസ്റ്റ് ആണോ ഡൺ ആസ്റ്റ് ആണോ വന്ന കൺഫ്യൂഷൻ. It's done asked. DEN ആണ്. DEN. The doctor ആണോ പറയുന്നത്? അതന്നെ. Yes, done asked. Done asked. Okay. വേറെ ഏതെങ്കിലും റിപ്ലൈ വന്നവരുണ്ടോ? ഇവിടെ നമ്മുടെ കേസ് എന്താ വരുന്നത്? അക്യൂസാറ്റീവ് കേസ് ആണ്. സോ നമ്മുടെ അക്യൂസാറ്റീവ് മെസ്കുലിൻ, ഡോക്ടർ എന്നുള്ളത് മെസ്കുലിൻ ആയിട്ട് വരും. സോ അക്യൂസാറ്റീവ് മെസ്കുലിൻ എന്താ ചേഞ്ച് വരിക? എങ്ങനെയാ ചേഞ്ച് വരിക? to done. to done. ഇവിടെ ഏത് ചേഞ്ച് ആവുന്നിട്ടുള്ള ഗൈസ്? ഇവിടെ
ഇവിടെ ഡെൻ എന്നല്ലേ നമ്മൾ പറയുന്നത്. ഡെൻ ആസ്ക്, ഡെർ ഡെൻ ആയതാണ് ഇവിടെ. ഓക്കെ, അപ്പം വിത്ത് ഡോക്ടർ ടു ദ പാർട്ടി വിത്ത് ഹിം ഇല്ലേ? അപ്പൊ വിത്ത് ഹിം എന്നുള്ളപ്പോ നമ്മളത് ഡാറ്റീവ് ആയിട്ടാണോ അക്യൂസാറ്റീവ് ആയിട്ടാണോ ഫുൾ എടുക്കുന്നത്? ഫുൾ സെന്റൻസ് ഡാറ്റീവ് ആയിട്ടാ എടുക്കുക, ബിക്കോസ് മിറ്റ് ചെയ്ത് പ്രപ്പോസിഷനാ. അപ്പൊ അത് ഡാറ്റീവ് ആകുമ്പോ ഡം ആവില്ലേ? ഫസ്റ്റ് സെന്റൻസ് അക്യൂസേറ്റീവ്. ഫസ്റ്റ് സെന്റൻസ് തന്നെ അക്യൂസാറ്റീവും വരും ഡാറ്റീവും വരും. ഓക്കെ, ഇതില് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പറയാം. വൈ ഈസ് ഹി ബ്രിങ്ങിങ് ദ ഡോക്ടർ? വൈ ഈസ് ഹി ബ്രിങ്ങിങ് ദ ഡോക്ടർ എന്ന് വരെ ഓക്കെ ആണോ? ഇതില് ഞാൻ ചോദിക്കാം, ദ ഡോക്ടർ എന്നുള്ളത് ഏതാ ഫേസ്? അക്യൂസാറ്റീവ്. അക്യൂസാറ്റീവ്. ആൻഡ് ദ ഡോക്ടർ എന്നുള്ളതിന്റെ ആർട്ടിക്കിൾ എന്താ, ജെൻഡർ എന്താ? മസ്കുലിൻ. യെസ്. സോ അക്യൂസാറ്റീവ് മെസ്കുലിൻ വരുമ്പോ നമ്മൾ എങ്ങനെയാ ചെയ്യുക? ആർട്ടിക്കിൾ ദ എങ്ങനെയായിട്ട് മാറും? അക്യൂസാറ്റീവ് ഉള്ള ഏക ചേഞ്ച് ഡർ ടു ഡെൻ ആണ്. ഓക്കെ. സോ നമുക്ക് ഇവിടെ വൈ ഈസ് ഹി ബ്രിങ്ങിങ് ദ ഡോക്ടർ എന്ന് വരെ ഉള്ളത് നമുക്ക് എങ്ങനെ പറയാം? വരും. ഓക്കെ. സോ അത് ഹാഫ് ആയിട്ട് നമ്മൾ അക്യൂസാറ്റീവ് ഡാറ്റീവ് അങ്ങനെ 2 സെന്റൻസ് ആക്കി എഴുതണോ? യെസ്, 2 സെന്റൻസ് ആക്കിയിട്ട് എഴുതണ്ട, ഒരൊറ്റ സെന്റൻസിൽ എഴുതാം. പക്ഷെ ചേഞ്ചസ് കൊടുക്കുന്ന ടൈമിൽ ഡാറ്റീവിനെയും കൺസിഡർ ചെയ്യണം, അക്യൂസാറ്റീവിനെയും കൺസിഡർ ചെയ്യണം. ബിക്കോസ് വിത്ത് എന്നുള്ളത് ഇവിടെ ഡാറ്റീവ് പ്രപ്പോസിഷനാ, പക്ഷെ ടു ബ്രിങ് ദ ഡോക്ടർ എന്നുള്ളത് ഇവിടെ അക്യൂസാറ്റീവ് മെസ്കുലിനാ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ മാം, ഗുഡ്. വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടോ? ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പറയാട്ടോ. ക്ലിയർ ആണോ? ഞാൻ സിംഗിൾ സെന്റൻസ് ആയിട്ട് എഴുതിയതുകൊണ്ടാണ്. ഓക്കെ. 2 സെന്റൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതണമെന്നല്ല പറയുന്നു, ഒരൊറ്റ സെന്റൻസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്ന ടൈമിൽ ഒന്നുകൂടി ഈസി ആകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ വൈ ഈസ് ഹി ബ്രിങ്ങിങ് ദ ഡോക്ടർ ഇതുവരെ നിങ്ങൾ എഴുതിയിട്ട് പിന്നെ നിങ്ങൾ ടു ദ പാർട്ടി വിത്ത് ഹിം എന്നുള്ളത് പിന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഒരു കേസും വേർബ്സും പ്രപ്പോസിഷനും പേഴ്സണൽ പ്രൊനൗൺസും ഒക്കെ വെച്ച് നിങ്ങൾ നോക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാനാണ് ഇത്. ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്ത് നോക്കാം, കട്ട് ചെയ്ത് ചെറിയ ചെറിയ സെന്റൻസസ് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. സോ നമുക്ക് റിവിഷൻ ചെയ്യുന്ന ടൈമിൽ ഒന്നുകൂടെ ആക്ടിവിറ്റീസ് ചെയ്യണം കേട്ടോ. ബിക്കോസ് നിങ്ങൾക്ക് ഇത് ഒരുപാട് ടൈം എടുത്ത് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് ടൈം എടുക്കും ചെയ്യാൻ. ബിക്കോസ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ചെയ്യണം. സോ അത് നിങ്ങൾ സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ഈ ഒരു വേ മാത്രമേ ഉള്ളൂ. സോ മാക്സിമം എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസസ്, പ്രപ്പോസിഷനും അതുപോലെ തന്നെ വേർബ്സും ഇതെല്ലാം കൊടുത്തിട്ട് ജസ്റ്റ് ഏതെങ്കിലും ഒരു സെന്റൻസ് ഇങ്ങനെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള സെന്റൻസ് എഴുതാം. അതില് എന്നിട്ട് അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ജർമ്മനിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ. ജസ്റ്റ് എ സെക്കൻഡ്. നിങ്ങളുടെ ബിൽബെഷ്റൈബും കുറച്ച് പേര് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ. കുറച്ച് അധികം മിസ്റ്റേക്ക് ഉള്ളവരുണ്ട്. സോ ഇൻഡിവിജ്വലി ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. മേ ബി ആഫ്റ്റർ ടുമോറോ കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ. യെസ്. സോ ഗൈസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പുതിയൊരു ടോപ്പിക് ആണ്. ദാറ്റ് ഈസ് സെപ്പറബിൾ വെർബ്സ്. നമ്മൾ മൊഡാൽ വെർബ്സ് ഡിസ്കസ് ചെയ്തതല്ലേ? ഓക്കെ. സോ നമ്മൾ ഇപ്പോ വേർബ്സ് എന്ന് പറയുന്ന ടൈമിൽ റെഗുലർ വേർബ്സ് നമ്മൾ പറഞ്ഞു, ഇറഗുലർ വേർബ്സ് നമ്മൾ പറഞ്ഞു, മൊഡാൽ വേർബ്സ് നമ്മൾ പറഞ്ഞു, നോസ്റ്റണൽ വേർഡൻ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് വേർബ് ആണ് ത്രൻബാര വേർബ്സ്. ത്രൻബാര വേർബ്സ് ആണ് നെക്സ്റ്റ് ഇനി വരുന്നത്. ദാറ്റ് ഇസ് സെപ്പറബിൾ വേർബ്സ്. നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് വേർബ്സിനെയാണ് നമ്മൾ ത്രൻബാര വേർബ്. സെപ്പറബിൾ വേർബ്സ് ആണ് കേട്ടോ. സെപ്പറബിൾ, അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ നമുക്കൊരു പ്രിഫിക്സും അതുപോലെ തന്നെ ഒരു വേർബും വരും. സോ അതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. സോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ ഒരു നെയിമിൽ തന്നെ ഇതിന്റെ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്, ത്രൻബാര വേർബൻ, ദാറ്റ് ഈസ് സെപ്പറബിൾ വേർബ്സ്. ഓക്കെ.
സോ ഇങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ഏതൊരു സെന്റൻസ് പഠിക്കുന്ന ടൈമിലും നമ്മൾ കറക്റ്റ് അതിന്റെ സ്ട്രക്ചർ പറയാറുണ്ട് അല്ലെ. സോ ഇവിടെ ഇതിന്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കുക, സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് നോക്കുക, എന്നിട്ട് നമുക്ക് ബൈഷ്പിയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ സോറി, ഒരു ത്രെൻബാര വേർബൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേർബ്സിന് ഇതിനെ നമുക്ക് രണ്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ജസ്റ്റ് ഒരു ത്രെൻബാര വേർബൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. യെസ്, ഇവിടെ നോക്കുക നിങ്ങൾ, ഔസ് മക്കൻ ഇസ് ടു ടേൺ ഓഫ് അല്ലെങ്കിൽ നമ്മൾ ടു സ്വിച്ച് ഓഫ് എന്നൊക്കെ പറയുന്ന ടൈമിൽ ഇറ്റ് ഈസ് ഔസ് മക്കൻ എന്നുള്ള മീനിങ് ആണ് വരിക. ഇതിന് നമുക്ക് രണ്ടായിട്ട് നമുക്ക് മാറ്റാം. മക്കൻ എന്നുള്ള ഒരു വേർബും ഔസ് എന്നുള്ള ഒരു പ്രിഫിക്സും ആക്കിയിട്ട് നമുക്ക് ഈ ഒരു വേർബിനെ മാറ്റാം. സോ ഔസ് മക്കൻ, ഔസ് എന്നുള്ളത് പ്രിഫിക്സ് ആണ്, മക്കൻ സെക്കൻഡ് പാർട്ടിൽ വരുന്ന വേർബ് ആണ്. അതുപോലെ തന്നെ ഐൻ ലാഡൻ ടു ഇൻവൈറ്റ്, ഐൻ ഫസ്റ്റ് പാർട്ട് ഓർഡർ പ്രിഫിക്സ്, ലാഡൻ സെക്കൻഡ് പാർട്ട് ദ വേർബ്. ഓക്കെ, സോ ഇങ്ങനെ രണ്ട് പാർട്ടായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് വേർബ്സിനെയാണ് നമ്മൾ സെപ്പറബിൾ വേർബ്സ് എന്ന് പറയുന്നത്. ഓർഡർ ത്രെൻബാര വേർബൻ. ഇനി സ്ട്രക്ചർ നോക്കിയേ, സ്ട്രക്ചർ നോക്കുന്ന ടൈമില് ഫസ്റ്റില് സെക്കൻഡ് പാർട്ട് ഓഫ് ത്രെൻബാര വേർബൻ എന്ന് പറയുന്ന ടൈമിൽ ഇപ്പൊ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഔസ് മക്കൻ എന്നുള്ളതിലെ മക്കനാണ് സെക്കൻഡ് പാർട്ട്. ഈ ത്രെൻബാര വേർബന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് മക്കനാണ്. സോ ഈ ഒരു മക്കനെയാണ് നിങ്ങൾ സെക്കൻഡ് പൊസിഷനിൽ കൊടുക്കേണ്ടത്. സെന്റൻസ് ചെയ്യുന്ന ടൈമിൽ സെക്കൻഡ് പൊസിഷനിൽ ഈ ഒരു മക്കൻ എന്നുള്ള വേർബിന്റെ കോൺജുഗേഷൻ ആണ് കൊടുക്കേണ്ടത്. സബ്ജക്ട് എന്താണോ വരുന്നത് ഈ സബ്ജക്റ്റിന്റെ ബേസിൽ കോൺജുഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ദെൻ വരുന്ന പ്രിഫിക്സ്, പിന്നെ വരുന്നുണ്ടാവുക പ്രിഫിക്സ് ആണ്. ഇപ്പൊ നമ്മൾ ഔസ് മക്കൻ തന്നെ വൈഷ്പിയിലായിട്ട് എടുത്തു കഴിഞ്ഞാൽ മക്കൻ കഴിഞ്ഞ് ഔസ് എന്നുള്ള പ്രിഫിക്സ് ഉണ്ടാവും. സോ ഈ ഒരു പ്രിഫിക്സ് എന്ന് പറയുന്നത് അറ്റ് ദ എൻഡ്, അതിനെ ഒന്നും ചെയ്യാണ്ട് ഇപ്പം ഔസ് എന്നുള്ള സാധനം, ഔസ് എന്നുള്ള വേർഡ് എൻഡിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യുക. എന്താണോ സെന്റൻസ് ആ സെന്റൻസിന്റെ എൻഡിൽ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യാന്ന് ചെയ്യേണ്ടത്. ഓക്കെ, സോ ജസ്റ്റ് സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. ത്രെൻബാര വേർബൻ എന്ന് പറയുന്ന ടൈമിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന വേർബ്സ് ആയിരിക്കും സെപ്പറബിൾ വേർബ്സ്. അവിടെ ത്രെൻബാര വേർബൻ, അതിൽ വന്നിട്ട് സ്ട്രക്ചർ സെക്കൻഡ് പാർട്ട് ഓഫ് ത്രെൻബാര വേർബൻ നമ്മുടെ സെക്കൻഡ് പൊസിഷനിലാണ് കൊടുക്കുക. ആൻഡ് അതിന്റെ ത്രെൻബാര വേർബന്റെ ഫസ്റ്റ് പാർട്ട് അവിടെ പ്രിഫിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സെന്റൻസിന്റെ എൻഡിൽ ഏറ്റവും അവസാനമായിട്ടാണ് കൊടുക്കുക. ഓക്കെ, സോ ഇനി നമുക്ക് കുറച്ച് ത്രെൻബാര വേർബ്സിന്റെ ചാർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴെ. നിങ്ങൾക്ക് ഇതിന്റെ PDF ഷെയർ ചെയ്ത് തരാൻ കുറച്ചുകൂടെ ത്രെൻബാര വേർബ്സ് വരുന്നത്. യെസ്, ഓക്കെ. സോ അൻറൂഫൻ, അൻഫാങ്കൻ, അഫ്ഷോറൻ, ഔഫ്മക്കൻ, സുമക്കൻ, ഇതെല്ലാം മീനിങ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോറി, ഇനി നമുക്ക് ഒരു സെന്റൻസ് എക്സാമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കാം. Here, zum Beispiel, for example, I'm switching off the light. Ausmachen means to turn off or to switch off. ഇതെല്ലാം ഇങ്ങനെ ഓഫ് ചെയ്യുക എന്നുള്ളതിന് നമ്മൾ ausmachen എന്നുള്ള ത്രെൻബാര വേർബ് യൂസ് ചെയ്യും. സോ ഇവിടെ നോക്കിയേ, I am switching off the light. Ich mache das Licht aus. ഇവിടെ സെന്റൻസ് നോക്കിയാൽ നമ്മൾ ഐ ആം സ്വിച്ചിങ് ഓഫ് ദ ലൈറ്റ് എന്നുള്ളതാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. സോ ഐ എന്നുള്ള ഇഷ് നമ്മൾ ഇങ്ങോട്ട് കൊടുത്തു, ഇഷ്. ദെൻ നമുക്കറിയാം ത്രെൻബാര വേർബ് ഔസ്മക്കൻ ആയതുകൊണ്ട് മക്കന് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ വേണം എന്നുള്ളത്. സോ ഈ ഒരു മക്കൻ വന്നിട്ട് കോൺജുഗേറ്റ് ചെയ്യണം. നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ വേർബ് കൊടുക്കുന്ന ടൈമിൽ അതിനെ കോൺജുഗേറ്റ് ചെയ്യണം. സോ ഇഷ്മഖ്. ഇനി നമുക്ക് എന്താ ഉള്ളത്? ഇനി ദ ലൈറ്റ് എന്നുള്ളതുണ്ട്. സോ ഡസ് ലിസ്റ്റ്. എന്നിട്ട് നമുക്കറിയാം ഔസ് ഈ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ എൻഡിൽ കൊടുക്കാനുള്ളതാണ്. സോ ഔസ് എൻഡിൽ കൊടുക്കാം. സോ ദ സെന്റൻസസ് ഇഷ്മഖ് ഡസ് ലിസ്റ്റ് ഔസ്. ഇനിയിപ്പോ ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ ഫസ്റ്റിൽ സബ്ജക്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെക്കൻഡ് പാർട്ടിൽ നമ്മുടെ ത്രെൻബാര വേർബൻ കോൺജുഗേറ്റ് ചെയ്ത് കൊടുക്കുക. ആൻഡ് അതിലെ പ്രിഫിക്സ് എൻഡിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്നത് എന്താണോ അതിനെ ഈ വേർബിന്റെ പ്രിഫിക്സിന്റെ മിഡിൽ ആയിട്ട് അങ്ങോട്ട് കൊടുക്കുക. ഇത് ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ ഐ എം സ്വിച്ചിങ് ഓഫ് ദ ലൈറ്റ്.
auf Deutsch, es ist, ich mache das Licht aus. Ich mache das Licht aus. I'm switching off the light. Okay. Wait, നമുക്ക് just ഒരു beispiലൂടെ ചെയ്ത് നോക്കാം. Here it's einladen. Einladen. Einladen is to invite. To invite. So ein is a prefix and laden is a verb here. So the sentence is I invite you for a party. I invite you for a party. So I is ich of Deutsch. So ich, then laden. Laden എന്നുള്ള second part ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. അതിനെ നമ്മൾ conjugate ചെയ്തിട്ട് second ൽ കൊടുത്തു. So ich lade. Ich lade. ഇനി നമ്മൾ I invite you. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് I love you. I love me. I invite you. I help you. ഇതെല്ലാം പറയുന്ന ടൈമിൽ നമ്മുടെ personal pronoun വേണം എന്നുള്ളത്. So here നമുക്ക് dish ആണ് വരുന്നത്. So ich lade dish. Ich lade dish. എന്തുകൊണ്ടാണ് ഇവിടെ dish വരുന്നത്? Why dish? Why not beer? Accusative. Yes, very good. Accusative. അതിൽ ചിന്തിക്കാനൊന്നുമില്ല. Accusative ആണ് നമ്മുടെ laden എന്ന് പറയുന്നത്. So ich lade dish für eine Party ein. Für eine Party ein. Sorry guys. So ich lade dish. I invite you. ഇപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ einladen ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് വേർബ്. ഇതിനെ സെക്കൻഡിൽ കൊഞ്ചുഗേറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തോ? ഇതിൽ വരുന്ന പ്രിഫിക്സിനെ എൻഡിൽ കൊടുത്തോ. എന്നാൽ ബാക്കി എന്താണോ വരുന്നത് അതിനെ ഇതിന്റെ രണ്ടിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് കൊടുത്താൽ മതി. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. സോ ich lade dich für eine Party ein. Ich lade dich für eine Party ein. I invite you for a party. Ich lade dich für eine Party ein. Okay. Guys, ഇത് just ഒന്ന് try ചെയ്തേ. Anrufen to call. I'm calling my mother. An prefix ആണ്. Rufen second part of the verb ആണ്. So anrufen is to call. I'm calling my mother. Please try. Yes, Kavita. Kavita or Akshay. Okay, take your time. Okay, Kavita, it's fine. Yes. Okay, guys, have you done?
Yes, ma'am. Yes, ma'am. Yes, Liji, please try. Ich rufe meine Mutter an. Okay. And Ramya, what about yours? Same, ma'am. Same, ma'am. Okay. Okay. Ich rufe. Ich rufe meine Mutter an. Mutter an. Okay, fine. Ich rufe meine Mutter an. Correct ആണ് ട്ടോ. Very good. Just ഒന്നുകൂടെ try ചെയ്തേ. Unmutton, to switch on. I'm switching on the mobile. I'm switching on the mobile. Mobile നമ്മൾ എങ്ങനെ പറയും ജർമ്മനിൽ? Handy. 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 Yes, just handy. Okay. Yes, handy. Yes, have you done? Okay, take your time. Yes, guys. Ich mache das Handy an. Okay. Ich mache das Handy Das an. Handy an. What about others? Same. Same, ma'am. Okay. Yes, correct ആണ് ട്ടോ. Ich mache das Handy an. Ich mache das Handy an. സോ ഇതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഒരു സെപ്പറബിൾ വെർബ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പ്രിഫിക്സ് എൻഡിൽ പോവും. സെക്കൻഡ് പാർട്ട് സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്തിട്ട് വരും. സോ ഗൈസ് വാട്ട് യു ഹാവ് ടു ഡു ഇസ്, ഇതില് ഒരുപാട് സെപ്പറബിൾ വെർബ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു 3 to 4 pages ഉള്ള സെപ്പറബിൾ വെർബ്സിന്റെ ചാർട്ട് സെൻഡ് ചെയ്ത് തരാം. 2 pages വരുന്ന. ആൻഡ് അതിൽ നിന്ന് ഒരു 5 സെപ്പറബിൾ വെർബ്, ഏതെങ്കിലും 5 സെപ്പറബിൾ വെർബ് എടുക്കുക. എന്നിട്ട് അത് വെച്ച് സെന്റൻസ് ചെയ്യാട്ടോ. എന്നിട്ട് അത് വെച്ച് സെന്റൻസ് ചെയ്യുക. ഏതെങ്കിലും 5 സെപ്പറബിൾ വെർബ് എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക.
എന്നിട്ട് അതിന്റെ മീനിങ് നോക്കുക, എന്നിട്ട് ഒരു സെന്റൻസ് ചെയ്യാം. ഓക്കെ, അതാണ് കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിലുള്ള ഹൗസ് ഓഫ് കാർബൺ. ഓക്കെ ഓക്കെ ഗൈസ്, സോ ഇനി നമുക്ക് ചെറിയൊരു സ്പീക്കിംഗ് ആക്ടിവിറ്റി ആണ് വരുന്നത്. ഓക്കെ, സോ ഫോർസ്റ്റലൻ ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ, സോ നിങ്ങൾ എടുത്തപ്പോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പം ഇത് ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഹിയർ വി ഗേറ്റ് അസ് ഈനൻ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ഐ മീൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ പറഞ്ഞ സ്പീക്കിംഗ് സെഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടോ ക്ലാസ്സിൽ? ഓക്കെ ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് അറിയാം, അത്രേ ഉള്ളൂ അല്ലേ? സോ വി ഗേറ്റ് അസ് ഈനൻ, വി ഗേറ്റ് അസ് ഈനൻ. സോ വി ഗേറ്റ് അസ് ഈനൻ എന്നുള്ളത് നമ്മൾ ഫോർമൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചോദിക്കാം? ഹൗ ആർ യു എന്നുള്ളത് ഫോർമൽ ആയിട്ട് ചോദിക്കുന്ന ടൈമിൽ ഇറ്റ് ഈസ് വി ഗേറ്റ് അസ് ഈനൻ. അതുപോലെ വി ഗേറ്റ്സ് എന്നുള്ളത് നോർമലി ഷോർട്ട് ആയിട്ട് നോർമലി ചോദിക്കുന്ന ടൈമിൽ വി ഗേറ്റ്സ് എന്നുള്ളത്. ദെൻ വി ഗേറ്റ് അസ് ഡിയർ, വി ഗേറ്റ് അസ് ഡിയർ. ഇൻഫോർമൽ ആയിട്ട് ചോദിക്കുന്ന ടൈമിൽ യു ഗൈസ് കൻ ആസ്ക് വി ഗേറ്റ് അസ് ഡിയർ, വി ഗേറ്റ് അസ് ഡിയർ. Then danke, sehr gut, thank you, very good, or danke, good. ഇനിയിപ്പോ ഇതല്ല, മെർഗേറ്റസ് ഗുഡ്, ഗുഡ്, ഇങ്ങനെ ഒരുപാട് ആൻസേഴ്സ് നമുക്ക് പറയാം, അതെല്ലാം നമുക്ക് അറിയുന്നതാണ്. ആൻഡ് എസ് ഗേറ്റ് ഉൻ ഈനൻ, അതായത് നമ്മൾ റിപ്ലൈ കൊടുത്തിട്ട് ആൻഡ് യു എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്കോ എന്ന് ചോദിക്കുന്ന ടൈമിൽ ഉൻ ഡിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഫോർമൽ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് തിരിച്ച് നമ്മൾ ഉൻ ദു എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഉൻ ദു എന്ന് ചോദിക്കാം കേട്ടോ, ഉൻ ദു എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഫോർമൽ ഇൻഫോർമൽ ആയിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഉൻ ഡിയർ എന്നുള്ളത് ഇൻഫോർമൽ ആണ്, ആൻഡ് ഉൻ ഈനൻ എന്നുള്ളത് ഫോർമൽ ആണ് കേട്ടോ, ഫോർമൽ. ഇപ്പം വി ഗേറ്റ് അസ് ഈനൻ, ഉൻ ഈനൻ എന്നുള്ളതൊക്കെ ഫോർമൽ ആണ് വരുന്നത്. ആൻഡ് ഉൻ ഡിയർ, വി ഗേറ്റ് അസ് ഡിയർ, ഇതൊക്കെ ഇൻഫോർമൽ ആണ് കേട്ടോ വരുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളിപ്പോ ഒരാളെടുത്ത് വി ഗേറ്റ് അസ് ഈനൻ എന്ന് ചോദിച്ചു, അപ്പം അവര് ദാങ്കേഴ്സ് എന്നൊക്കെ പറഞ്ഞു. ദെൻ അവരെടുത്ത് അങ്ങോട്ട് ചോദിക്കണം. സോ ആൻഡ് യു എന്ന് ആൻഡ് യു എന്ന് നമ്മളെടുത്ത് ഒരാൾ ഇങ്ങോട്ട് ചോദിക്കുന്ന ടൈമിൽ ഉൻ ഈനൻ എന്നാ ചോദിക്കുക. ഇപ്പൊ നമ്മള് ചോദിച്ചത് ഇൻഫോർമൽ ആയിട്ടാണ്, ലൈക്ക് വി ഗേറ്റ് അസ് ഡിയർ എന്ന് ചോദിച്ചു, അപ്പൊ റിപ്ലൈ പറഞ്ഞു ഇഷ് ബിൻ ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവര് തിരിച്ചു ചോദിക്കുന്ന ടൈമിൽ ഉൻ ഡിയർ എന്ന് ചോദിക്കും. ആൻഡ് ഇത് രണ്ടും അല്ലാണ്ട് ഉൻ ദു എന്നും ചോദിക്കുക കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ നെക്സ്റ്റ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. verb is do, verb is to, who are you, we hais do, how name, ലൈക്ക് എങ്ങനെയാണ് നിങ്ങൾ വിളിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിന് കറക്റ്റ് മീനിങ് വരുന്നത്. ഈ ഒരു വി നിങ്ങൾ ക്യാപിറ്റലിൽ കൊടുക്കുക കേട്ടോ നോട്ട് ചെയ്യുന്ന ടൈമിൽ. then verb is do, who are you, Ashbin, Yon, I am John, we hais do, ich heiße Yon, ich heiße Yon, and we heißen sie, we heißen sie, വി ഇസ് ഇയർ നാമ്, ഇങ്ങനെ നമുക്ക് നെയിം ചോദിക്കാം. വി ഹൈസൻ സി ഫോമില് വി ഇസ് ഇയർ നാമ്, വി ഇസ് ഇയർ നാമ്, വാട്ട് ഇസ് യുവർ നെയിം എന്ന് തന്നെയാണ് വരുന്നത്. സോ മൈ നാമ ഇസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആൻസർ പറയാം. ദെൻ വി ആർ സിൻസി, നമുക്ക് ഫോർമൽ ആയിട്ട് വി ആർ സിൻസി, ഹൗ ഓൾഡ് ആർ യു എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ അത് ഇൻഫോർമൽ ആയിട്ട് വരുന്ന ടൈമിൽ വി ആർ ബിസ് ദു ആയിട്ട് മാറും, വി ആർ ബിസ് ദു. സോ എഷ്ബിൻ 19 or എഷ്ബിൻ 20 Jahre alt എന്ന് നമ്മുടെ ഏജ് പറയും. സോ അതിന് ചോദിക്കുന്ന ഫോർമൽ ആയിട്ടും ഇൻഫോർമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ വോ വോനൻ സി, വോ വോനൻ സി, വോ വോൺസ് ഡു, വോ വോനൻ സി, വോ വോൺസ് ഡു. സോ ഫസ്റ്റ് വൺ ഫോർമൽ ആണ്, സെക്കൻഡ് വൺ ഇൻഫോർമൽ ആണ്. എവിടെയാണ്, വേർ ആർ യു ലിവിംഗ് എന്നാണ് ചോദിക്കുന്നത്. സോ ഇഷ് വോൺ ഇൻ ഡൽഹി, ഐ എം ലിവിംഗ് ഇൻ ഡൽഹി എന്ന് ആൻസർ പറയുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് വഹ കോമൻ സി, where comes to, formal ആണ്, informal ആണ്. Where are you coming from? Ich komme aus Indien, I'm coming from India. Welche Sprachen sprechen Sie oder welche Sprachen sprichst du? Which languages do you speak? Ich spreche English und Deutsch. ഇവിടെ just ഒരു example ആയിട്ട് പറയുന്നുണ്ട്. I speak English and German എന്നുള്ളത്. First one, welche Sprachen sprechen Sie as formal and welche Sprachen sprichst du as informal.
Then ഇപ്പൊ നിങ്ങൾക്ക് ഒരാളെടുത്ത് നിങ്ങൾ അവരുടെ ടെലിഫോൺ നമ്പർ ഒക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ you guys can ask VS ihre Telefonnummer. VS ihre Telefonnummer. So അവരെ ആൻസർ പറയുന്നത് meine Telefonnummer ist എന്ന് പറഞ്ഞിട്ടായിരുന്നു. Then email addressum അതുപോലെ തന്നെയാ വരുന്നത്. VS ihre email address. Meine email address ist -- abc.com. എന്താണോ ഇമെയിൽ അഡ്രസ് അത് പറയാം. സോ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് VS ihre ഇമെയിൽ അഡ്രസ്, VS ihre ടെലിഫോൺ നമ്പർ ഇതുപോലെ നിങ്ങൾക്ക് ചോദിക്കാം. നെക്സ്റ്റ് വന്നിട്ട് was sind Sie von Beruf? Was sind Sie von Beruf oder was bist du von Beruf? What are you by profession? First one വന്നിട്ട് formal ആണ്, second one വന്നിട്ട് informal ആണ്. So ich bin Student oder ich bin Studentin. എന്താണോ ഇനിയിപ്പോ mein Beruf ist Krankenschwester ഇങ്ങനെ എന്താണോ വരുന്നത് അത് നിങ്ങൾക്ക് പറയാം. Then choose auf Wiedersehen by informal and formal. സോ ഇത് നോക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നിങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ക്യാച്ച് ചെയ്തിട്ട് അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം കേട്ടോ. ജസ്റ്റ് ഒരു 2 minutes ഇത് നോക്കാം നിങ്ങൾക്ക്. ഓർ ഗ്രൂപ്പിൽ നമ്മുടെ പോസ്റ്റൽ ആൻഡ് PDF താഴെ ഉണ്ട് കേട്ടോ ഇത്. ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. Okay, I'm ready. Okay, guys, are you ready?
or need more time? Can you guys please respond? Okay, ma'am. Sorry, no Himals? Yeah. Okay. Okay. Yes, Lichi. Yes, ma'am. Yeah, Lichi, we get. Sehr gut. Und du? Ja, ich bin gut, danke. Wie heißen Sie? Ich bin Lichi. Okay. Ich heiße Lichi. Okay. Okay. Yeah, both are fine. Then, wo wohnen Sie? Ich wohne in Saudi Arabia. Okay. Was sind Sie von Beruf? Ich bin Krankenschwester von Beruf. Okay, fine. Okay, Lichi, very good. Okay, thank you. Yeah, bitte, Shiba. Yes, ma'am. Shiba, wo bist du? Ich komme aus Indien. No, it's wo bist du. Who are Where? bist du? Where bist du? Okay, okay. Who are you? Yes. We get is good. So word best എന്ന് പറയുന്ന ടൈമിൽ മീനിങ് എന്താണ് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കേ. Word who ആണ്, best are ആണ്, do you ആണ്. So who are you? Ich bin Shiba. Yes, it's easy. Ich bin Shiba. Shiba. Okay, Shiba, welche Sprachen sprechen Sie? Ich spreche in Malayalam, Arabisch und Deutsch. Okay, woher kommen Sie? Ich komme aus Indien. Okay, wo sind Sie von Beruf? Ich bin Krankenschwester von Beruf. Okay, sehr gut. Ramya? Ramya? Are you there? Yes, ma'am. Yes, ma'am. Yes, ma'am. Okay, Ramya. Woher kommen Sie? Ich komme aus Indien. Okay, wo wohnen Sie? Ich wohne in Abu Dhabi. Wie alt sind Sie? Ich bin 39 Jahre alt. Okay, wie ist Ihre E-Mail-Adresse? Mein email address is remyamani@gmail.com. Okay, at gmail.com. For dot, we say punkt of Deutsch. Punkt. P-U-N-K-T ആണ് കേട്ടോ. നമ്മൾ ഡോട്ടിന് punkt എന്നാണ് പറയാ. Chat. Yes, chat type ചെയ്യാം. Wait. It's punkt. Punkt എന്ന് പറയൂ കേട്ടോ. ഇങ്ങനെ .com എന്നൊക്കെ പറയുന്ന ടൈമിൽ you guys can say punkt.com. Punkt.com. Okay. Okay. Kavita, I think you are in duty. Akshay? Akshay, please unmute and speak. Okay, fine. So, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും A1 ഒരു A1 ലെവൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ആക്കിയിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യൻ വേർഡ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫോർ വർക്ക്, തേർഡ് ക്വസ്റ്റ്യൻ ഫോർ സബ്ജക്ട്, ഈ ഒരു സെയിം ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമുക്കിനി ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യാം. ഗൈസ്, ഇത് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഇത് റീഡിംഗ് ആക്ടിവിറ്റി ആണ്. ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഐ തിങ്ക് നോ. ഓക്കെ ഓക്കെ. സോ ഒരു 3 minutes എടുത്തിട്ട് ഇത് വായിക്കുക. എന്നിട്ട് താഴെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് റിഷ്ടിഷ് ഓർഡർ ഫാൾസ് എന്നാ ചോദിക്കുന്നത്. അതായത് ട്രൂ ഓർ ഫാൾസ്. ട്രൂ ഓർ ഫാൾസ്.
സോ ഇതിൽ വരുന്ന സെന്റൻസസ്, ഇതിൽ കുറച്ച് സെന്റൻസസ് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളത് നോക്കാം. ഓക്കെ ഓക്കെ. മീനിങ് അറിയാത്ത മീനിങ്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. Okay, Ramya, carry on. It's fine. Others, have you done? Yes, ma'am. Okay. So, ich bin Maria. Ich wohne in Korea. Ich bin Indian. Ich arbeite in den Supermarkt. ഇവിടെ എന്താ പറയുന്നത്? ഞാൻ മറിയയാണ്.
കൊറിയയില് താമസിക്കുവാണ്. Yes. ഇന്ത്യൻ Yes. I ജോലി am ചെയ്യുന്നത് Indian. ജോലി ചെയ്യുവാണ് സൂപ്പർ മാർക്കറ്റില്. Okay, very good. Meine Hobbys sind Tanzen und Singen. എന്റെ ഹോബീസ് ഡാൻസിങ്ങും പാട്ടുമാണ്. Okay. Ich vermisse jetzt meine Family. ഞാനാണ് എന്റെ ഫാമിലിയിലെ നോക്കുന്നത്. No. Ich vermisse means I miss my family now. ഞാൻ എന്റെ Yes. ഫാമിലിനെ ഇപ്പൊ മിസ് ചെയ്യുന്നു എന്നാട്ടോ പറയുന്നത്. Yes. Ich vermisse jetzt meine Family. Then next sentence, meine Family ist eine kleine Family. എന്റെ ഫാമിലി Klein means small. മോർ ചെറുത്. സ്മോൾ ഫാമിലിയാണ്. Yes. Meine Familie ist eine kleine Familie. Meine Familie besteht aus 5 Mitgliedern. അത് കിട്ടിയില്ല മാം അതിന്റെ അർത്ഥം. My family besteht aus consists of 5 Mitgliedern, 5 members. My family consists of 5 members. Meine Familie besteht aus 5 Mitgliedern. Okay, 5 members. Ich habe einen jüngeren Bruder. എനിക്ക് യങ്ങർ ബ്രദർ ഉണ്ട്. അതിന്റെ 1 ഓൾഡർ സിസ്റ്ററും ഉണ്ട്. Yes, 1 elder sister. Then ich liebe Indian aus Korea. ഒരു ഇന്ത്യനുമായിട്ട് als means than. Korea. I love India than I Korea. love India than Korea. Korea. Yes. അവർക്ക് ഇന്ത്യയാണ് ഇഷ്ടം കൊറിയയെക്കാളും. And let's come to the Richtige oder falsch. Eins, Maria arbeitet in der Bibliothek. And bibliothek bedeutet library ആണ് കേട്ടോ. ലൈബ്രറിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അല്ല, supermarket. In den Supermarkt. Supermarket. So es ist richtig oder falsch? False. Okay. Die Family von Maria ist groß. Ist das groß oder klein? False. Yes, klein. So falsch. Okay, very good. Then 3, Maria hat viele Brüder. False. Okay, very good. Falsch. Then Maria liebt Indian mehr als Korea. Mehr als എന്ന് പറഞ്ഞാൽ more than എന്നാണ് കേട്ടോ. Maria liebt Indian mehr als Korea. Maria love India more than Korea. Richtig oder falsch? Richtig. Yes, very good. Richtig. Correct. Okay. So ഇതില് റിഷ്ടിഷ് എന്നാട്ടോ വായിക്കുക. നമ്മൾ ഫ്യുൻസിഷ്, ദ്രൈസിഷ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? സോ ലൈക്ക് ദാറ്റ് ഇസ് റിഷ്ടിഷ്. ട്രൂ എന്നുള്ളത് റിഷ്ടിഷ് ആണ്. ഫാൾസ് എന്നുള്ളത് ഫാൾഷ് ആണ് കേട്ടോ. ഷാ സൗണ്ട് ആണ് ഫാൾഷ്. സോ ട്രൂ ഓർ ഫാൾസ് ഇസ് റിഷ്ടിഷ് ഓർ ഫാൾഷ്. ഓക്കെ. സോ ഇതിന്റെ ഒരു മീനിങ്, ഇതിന്റെ ഒരു തീം കണ്ടുപിടിക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഒരു പാരഗ്രാഫ്? നമുക്ക് മനസ്സിലായോ ഇത് വായിച്ച ടൈമിൽ? ഇത് ജസ്റ്റ് ഇവരെ കുറിച്ച് പറയുന്നതാണ്, ഇവരുടെ ജസ്റ്റ് അവരുടെ ഒരു ഇൻട്രോ പോലെ പറയുന്നതാണ്. ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടോ? ഓക്കെ. സോ ഇതിലിപ്പോ നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത വേർഡ്സ് ആയിട്ട് പെർമിസ്, അതുപോലെ തന്നെ മിഡ്ഗ്ലൈഡേൺ, ബെസ്റ്റഡ് ആൻഡ് വാട്ട് എൽസ്, അൽസ് ആൻഡ് യാൽച്ചറ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ കിട്ടുന്നുണ്ടാവും. ബാക്കി വരുന്ന പെർമിസ് നിങ്ങൾക്ക് ന്യൂ വേർഡ് ആയിരിക്കും. ആൻഡ് മിഡ്ഗ്ലൈഡൺ, ബെസ്റ്റഡ്, അൽസ് ഇതൊക്കെ നിങ്ങൾക്ക് ന്യൂ ആയിട്ട് വരുന്നുള്ളൂ. സോ ന്യൂ വേർഡ്സ് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സോ ഇങ്ങനെയുള്ളതായിരിക്കും നിങ്ങൾക്ക് ലേസൺ വരുന്നുണ്ടാവുക, റീഡിങ്ങിന് വരുന്നുണ്ടാവുക കേട്ടോ. സോ നമുക്ക് ഇങ്ങനെയുള്ള ഇതുപോലെ തന്നെ ഗ്രാമേഴ്സ് ചെയ്ത് ഇനി കുറച്ച് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. Okay guys, so yeah, that's all for today. Next class വരുന്നത് മൺഡേ ആണ് അല്ലേ?
Yes. സോ മൺഡേ ട്രെൻഡ് വെർബ്സ് 5 സെന്റൻസസ് ഹോംവർക്ക് ആയിട്ട് ചെയ്യാട്ടോ. ഓക്കെ, നിങ്ങളുടെ ബിൽബെഷ്റൈബും ഇതിൽ കുറച്ചധികം മിസ്റ്റേക്ക് ഉള്ളവരുണ്ട്. അവരുടേത് ഞാൻ പേഴ്സണൽ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. സോ ഡേ ആഫ്റ്റർ ടുമോറോ സാറ്റർഡേ ആയിരിക്കും അല്ലേ? ഓക്കെ, സാറ്റർഡേ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ ഗൈസ്, ക്ലിയർ? Okay. Okay, yeah, that's all for today. Choose this band. Choose. Okay, ma'am. Choose. Which one? Okay. This one. Choose. This part.